പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗിയുടെ തലയിൽ ചക്ക വീണു. ഓമല്ലൂർ സ്വദേശിയൻ ഗംഗാധരൻ നായർക്ക് പരിക്കേറ്റു. അത്യാഹിത വിഭാഗത്തിന് മുമ്പിലുള്ള പ്ലാവിൽ നിന്നാണ് ഒരു ചക്ക അടർന്ന് രോഗിയുടെ തലയിൽ വീണത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചക്കയുടെ കാര്യം പറയുന്നു. ഷിജോ, പറയൂ. SKN ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയ രോഗിയുടെ തലയിൽ ചക്ക വീണത്. അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പ്ലാവിൽ നിന്ന് താഴേക്ക് ചക്ക ഈ ഗംഗാധരൻ നായരുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നും ഏറ്റിട്ടില്ല. ഗംഗാധരൻ നായരുടെ കൈക്കും കാലിനും ഒക്കെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. മറ്റേ ദൃശ്യം ഒന്ന് കാണിക്കൂ ഷിജോ, ആ ചക്ക വീണത് ദൃശ്യമുണ്ടോ? SKN ചക്ക വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇതിനകത്ത് ചക്ക വീണു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നമ്മളിന്ന് രാവിലെ ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം അടക്കം നമ്മൾ തേടിയിരുന്നു. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഈ താഴെ ഉണ്ടായിരുന്ന ചക്കയെല്ലാം ഞങ്ങൾ സെക്യൂരിറ്റി ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് അത് വെട്ടിമാറ്റിയിരുന്നു. പക്ഷേ മുകളിലുണ്ടായിരുന്ന ചക്ക ഞങ്ങളാരും കണ്ടിരുന്നില്ല. അപ്പോൾ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇത് വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ആശുപത്രി അധികൃതർ പറയുകയും ഇന്ന് രാത്രി മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഗംഗാധരൻ നായർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഗംഗാധരൻ നായർ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ നിന്നപ്പോഴാണ് ഈ പ്ലാവിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു ചക്ക അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണത്. കൈക്കും കാലിനുമൊക്കെ ചെറിയ പരിക്കേറ്റുണ്ട്. സ്കാനിങ്ങിന് വിധേയമാക്കി. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ആ കുടുംബത്തിന് ഇതിനെക്കുറിച്ച് വലിയ പ്രതികരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ താഴെ ഉണ്ടായിരുന്ന ചക്കയെല്ലാം വെട്ടിമാറ്റി മുകളിലുണ്ടായിരുന്നത് കാണാതിരുന്നുകൊണ്ടാണ് ഇത് താഴേക്ക് വീണത് എന്നൊരു കാര്യമാണ് ആശുപത്രി സൂപ്രണ്ട് ഒരു പ്രതികരണമായി നടത്തിയത്. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.